ദൈവവിധിയെ മറികടക്കാൻ മാത്രം ആസുരശക്തികൾ ഇവിടെ വളരുകയാണ്. അമ്മ മനസ്സ് വെച്ചാൽ മാത്രമേ ആ നീചശക്തികളെ ഇല്ലാതാക്കാൻ കഴിയൂ. ഈശ്വരഭക്തരായ ജനങ്ങളിൽ നിന്ന് പോലും അവരുടെ ദൈവിക ചിന്തയെയും ചൈതന്യത്തെയും തുടച്ചു നീക്കാൻ തക്കവണ്ണം ദുഷ്ടശക്തികൾ കരുത്തു നേടിക്കഴിഞ്ഞിരിക്കുന്നു. അമ്മേ, ഈ ദുരവസ്ഥയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. അമ്മയുടെ പരമഭക്തിയായ ദേവൂട്ടിയെ ഈ നീചശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണേ മഹാമായേ. യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ മന്ദനാത് മൃത്യോർമുക്ഷയമാമൃതാത്. സംഹാരനാഥനായ മഹാദേവ, ശങ്കര, ശംഭുവേ, ശിവനും ശക്തിയും ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ. മഹാദേവ ഭക്തിയായ ഒരു ബാലികയ്ക്ക് വേണ്ടി അങ്ങ് ലോകത്തിന്റെ സകല തത്വങ്ങളും മറികടന്ന് എനിക്ക് വേണ്ടി നിലകൊണ്ടു. എന്റെ ആഗ്രഹം പോലെ ആ ബാലികയ്ക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിച്ചു. ഇപ്പോഴിതാ ലോക നന്മയ്ക്കായി മറ്റൊരാവശ്യവുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഭക്തരെ ഉപദ്രവിക്കുകയും വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തമോ ശക്തികളിൽ നിന്നും എന്റെ പ്രിയ ഭക്തയായ ഒരു സാധു പെൺകുട്ടിയെ രക്ഷിക്കാൻ അങ്ങ് എന്നെ സഹായിക്കണം. അവളെ സ്വന്തമാക്കി നാശത്തിലേക്ക് നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അധമ ശക്തികളിൽ നിന്ന് അവളെ രക്ഷിച്ച് നമ്മുടെ സന്നിധിയിൽ വെച്ച് അവളുടെ മാംഗല്യം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങ് ദയവായി എന്റെ പ്രാർത്ഥന കേട്ടാൽ.
വിദ്യാമ്മയെ കണ്ടില്ലോ എന്ന് ഞാനിപ്പോ മനസ്സുകൊണ്ട് ഓർത്തതേ ഉള്ളൂ. അങ്ങേ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. ചില തിരക്കുകൾ. എന്താ വിദ്യാമ്മയുടെ മുഖത്ത് ഒരു ആശങ്കയും പരിഭ്രമവും ഒക്കെ? ഞാൻ നമ്മുടെ ദേവൂട്ടിയുടെ കാര്യത്തിൽ അല്പം ആശങ്കാകുലയാണ്. എന്തുപറ്റി? നാളെയാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അവളുടെ താലികെട്ട്, അതും എന്റെ കാർമ്മികത്വത്തിൽ. ആ, അതൊരു നല്ല കാര്യമല്ലേ. അതിലെന്താ ആശങ്കപ്പെടാനുള്ളത്? ദേവൂട്ടി നേരിട്ട് എന്നെയും കല്യാണം ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് മുഹൂർത്തമോ തീയതിയോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ ചടങ്ങിലേക്ക് ഇദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അങ്ങ് അവിടെ ഉണ്ടാവണം. ഉറപ്പായി ഞാൻ വരും. ചടങ്ങുകൾ തീരും വരെ ഞാൻ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അല്ല, അതിനെ സംബന്ധിച്ച് ആശങ്കയുടെ കാര്യം എന്താണെന്ന് വിദ്യാമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ ആ ചടങ്ങ് നടക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കുന്ന കാര്യം അങ്ങേക്കും അറിയാമല്ലോ. ദേവൂട്ടി ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലാണ്. അത് മാത്രമല്ല, അവളെ വിവാഹം കഴിക്കേണ്ട സന്ദീപ് ശത്രുക്കളുടെ തടവിലുമാണ്. ഒക്കെ ആലോചിക്കുമ്പോ എന്തെങ്കിലും വിഘ്നങ്ങൾ നേരിടുമോന്നൊരാശങ്ക. അങ്ങനെ പരിഭ്രമിക്കുക വേണ്ട. വിചാരിച്ച പോലെ ചടങ്ങുകൾ ഭംഗിയായി നടക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ദേവൂട്ടിയും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന സന്ദീപനെയും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അതിന് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്താ? അതെ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എങ്കിൽ ഉറപ്പിച്ചോളൂ, ഞാൻ വിദ്യാമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും. അതെ, ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായി. പെണ്ണിന്റെ അച്ഛനും സഹോദരനും എവിടെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പേ മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചോളൂ.